രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനൊരു സിനിമ നടനാന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞ പ്രശ്നം നമ്മളെന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകൾ നമ്മളെ കാണാനോ ഭാഗ്യ പിടിച്ച് നടക്കണമെന്നില്ല ഒരാൾ. ആ ഒരു ഐഡിയ തോട്ടെപ്പോഴാവുന്നത് ഇങ്ങനെ പേരിടാം എന്നുള്ളത്? തോട്ടുന്നല്ല, ഒരു കാര്യം പറഞ്ഞപ്പോ തമാശ പറഞ്ഞ ഒരു നമ്മൾ തമാശ പറയില്ല. പറഞ്ഞ എന്താ പേര് സുധി കോപ്പ. കോപ്പ എന്താ വീട്ടുപേരെന്ന് പറഞ്ഞാൽ എനിക്കറിയാം കൊച്ചു പള്ളിന്ന്. വെറുതെ ഞാൻ അന്ന് വെറുതെ നടക്കുമ്പോ ഒരാളുടെ അടുത്ത് കോപ്പ എന്നൊക്കെ പറഞ്ഞ ആൾക്കറിയാം. സിനിമ പിടിച്ചിരുത്തുന്നത് എന്നെ പോലാക്ക് നല്ല ജോലിയൊന്നും കിട്ടില്ല സത്യം പറഞ്ഞ. അതല്ല, ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി എടുക്കുക എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ. ഞാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു സിനിമ. അപ്പൊ ചോദിക്കും നാടകം ഇല്ലേന്ന്. നാടകത്തെക്കാൾ കൂടെ വരുമാനമുണ്ട് സിനിമയില് അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും സിനിമയിൽ വരുമാനമുണ്ട്. ഫ്രീ ആയിട്ടൊന്നുമില്ല അവര്. കൊറേ പ്രൊജക്ട് ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് രണ്ടെണ്ണം അങ്ങനെ വെറുതെ അങ്ങനെ അത്രയും തിരക്കാ. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് നാടകം തുടങ്ങി 10,000 മാത്രം പടമൊന്നുമില്ല. ഒരു പടം കിട്ടുക അവരേക്കും. ഇപ്പൊ ലവ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഖാലിദ് റഹ്മാന്റെ ഭയങ്കര അടിപൊളിയായിട്ടൊരു സിനിമ എന്ന് പറയാം. അതും ആ ടൈമിൽ കൊറോണ ടൈമിലാണ് അതിന്റെ ഷൂട്ടിംഗ് വരുന്നത്. അതിൽ രണ്ട് കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്ത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് സിനിമ ഇറങ്ങാത്തൊരു ടൈമിൽ ലവ് പോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്ലാറ്റിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അന്നത്തെ കാലത്ത്? എക്സ്പീരിയൻസ് അല്ലത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡയറക്ടർമാരാണ് ഖാലിദ് റഹ്മാൻ. സുഹൃത്താണ്. പക്ഷെ നമ്മളല്ലേ നമ്മളെക്കാളും പ്രായം കുറവാണെങ്കിൽ പോലും അസിസ്റ്റന്റ് ആകുമ്പോ തൊട്ട് പരിചയമുള്ള എനിക്ക് ഭയങ്കര അറിയാലോ പുള്ളിയുടെ പടങ്ങളൊക്കെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും അതിന്റെ ആവശ്യമില്ല. പുള്ളിക്ക് അതിനെ പറ്റി വ്യക്തമായ ധാരണ ഉള്ള ഒരാളാണ്. അതിന്റെ ഷൂട്ട് എങ്ങനെയായിരുന്നു? ഫ്ലാറ്റിൽ വരും, ഷൂട്ട് ചെയ്യും, പരിപാടി കഴിഞ്ഞ് പോകും, വൈകുന്നേരം പോകും. ഓക്കെ. ഇപ്പോ സെലിബ്രിറ്റി ആയിട്ടുള്ള ഞങ്ങൾക്കൊക്കെ അറിയുന്ന സിനിമകളിലൂടെ ഇന്റർവ്യൂസിലൂടെ ഒക്കെ ഞങ്ങൾ കാണുന്ന സുധി കോപ്പ, അതൊന്നും അല്ലാണ്ട് സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരൻ സുധി കോപ്പ എങ്ങനെയായിരിക്കും? ഇപ്പൊ നാട്ടുമ്പുറത്തുകാരല്ല, ഒരു പള്ളിക്കാരൻ സുധി കോപ്പ എങ്ങനെയായിരിക്കും? ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. നിങ്ങളറിയുന്ന വെച്ചാൽ നിങ്ങള് ഇവിടെ വെച്ച് ഇപ്പൊ ഇന്റർവ്യൂല് അറിയാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നുണയൊന്നും പറയാനില്ല. അല്ല, പ്രത്യേകിച്ച് ഒരു ജീവിതം എങ്ങനെയായിരിക്കും? ജീവിതം മാറുമല്ലോ, സ്വാഭാവികം മാറുമല്ലോ. ഇപ്പൊ നമ്മള് ചിലപ്പോ പണ്ട് ബൈക്കിന്റെ സ്ഥലത്ത് ചിലപ്പോ കാറിനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുമല്ലോ. അല്ലാതെ ജീവിതം പ്രത്യേകിച്ച് മാറാൻ വേണ്ടി അങ്ങനെ ഒരു ഷൂട്ടിംഗ് ഇല്ലാത്തൊരു ദിവസം എങ്ങനെ പോകും ചേട്ടൻ്റെ? ഞാൻ സാധാരണ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ ചെയ്യുള്ളൂ. വീട്ടിലങ്ങനെ റേഷൻ കട പറയുന്നത് പോകേണ്ടി വരും. സെലിബ്രിറ്റി റേഷൻ കടയിൽ പോകുന്ന സെലിബ്രിറ്റി അതല്ല. ഞാനെന്നാണ് പറഞ്ഞാൽ എന്റെ വീടാണ് പള്ളിയിൽ ആൾക്കാർ ഓടിച്ചിട്ടിരിക്കും. ഞാൻ അങ്ങനെയാണ്. ഇപ്പോഴും ആളുകളുടെ ഇടയിൽ ഭയങ്കര സാധാരണക്കാരനായി ഞാൻ മനഃപൂർവ്വം അല്ല അത്. ഞാനായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി ചിലർക്ക് സാധാരണക്കാരനാണെങ്കിൽ മറ്റുള്ളവർക്ക് ദുഷ്ടനാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്റെ കാര്യങ്ങളും ഞാൻ എന്റെ സുഹൃത്തുക്കളും ഞാൻ പോകേണ്ട സ്ഥലത്ത് ഞാൻ തന്നെ പോകണം ഇല്ലേ. നമുക്ക് ഒരു അക്ഷയ പോകണമെങ്കിൽ ഞാൻ തന്നെ പോകണം. പിന്നെ എനിക്ക് ഒരാളെ വിടാൻ പറ്റൂല. പിള്ളേ വെച്ച് പോകണം, ഞാൻ തന്നെ പോകണം. അപ്പൊ ഞാനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പോകണം. പിന്നെ KCB ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല, ഓൺലൈനിൽ നടക്കാൻ പറ്റും വാട്ടർ വീട്ടിലൊക്കെ. അല്ലാതെ കടകളിൽ പോകണ വീട്ടിൽ സാധനം മേടിക്കണ ഞാൻ പോകണം. ഈ പണ്ടത്തെ ഇപ്പൊ സുധി കോപ്പയിൽ ഇപ്പുറത്തോട്ട് വരുമ്പോ എന്തൊക്കെയാ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. വേറെ ആളുകൾ തിരിച്ചറിയില്ല. അല്ല, അങ്ങനെ അല്ല, അത് നമ്മളെ തെറ്റാധാരണ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാനൊരു സിനിമ നടനാന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞ പ്രശ്നം. മനസ്സിലായി. നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ തോന്നും. നമുക്ക് അത് നമ്മളിപ്പോ ഒരു ശരിയാ. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകൾ നമ്മളെ കാണാനോ ഭാഗ്യ പിടിച്ച് നടക്കണമെന്നില്ല ഒരാള് അല്ലേ. അങ്ങനെ മാറ്റം ചിലപ്പോ ചില വസ്ത്രധാരണം അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങൾ കയറില്ലേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ മേടിക്കാനൊക്കെ പറ്റും. പണ്ട് മേടിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോ ചെരുപ്പ്, ഷൂ അല്ലെങ്കിൽ അല്ലെ, അങ്ങനെയൊക്കെ അതൊക്കെ മാറ്റം ചെറിയ. അല്ലാതെ ഭീകരമാറ്റം വെച്ചാൽ ഞാൻ രാവിലെ കോഫി കുടിക്കാൻ വേണ്ടി ഇന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേ അങ്ങനല്ല. രാവിലെ വീട്ടിൽ തന്നെ ഉച്ചക്ക് മീൻ മേടിക്കാൻ മാർക്കറ്റിൽ പോയി വീട്ടിൽ കൂടെ അങ്ങനെയൊക്കെ. ഈ പേരില് ഇപ്പൊ സുധി കോപ്പ എന്നുള്ളത് ഇപ്പൊ പലർക്കും അറിയാത്തൊരു സംഭവമാണ്. ഈ കൊച്ചി പള്ളുരുത്തിയാണ് ഈ കോപ്പ എന്നുള്ളൊരു സംഭവം. ആ ഒരു 10 വർഷമായിട്ട് നിരന്തരം പറഞ്ഞോണ്ടിരിക്കുന്ന ഇപ്പോഴും കുറെ പേർക്കും ശരിക്കും അറിയില്ല. ഞാനൊക്കെ അതില് എന്താ ആ ഒരു ഐഡിയ തോട്ടെപ്പോഴാവുന്നത് ഇങ്ങനെ പേരിടാം എന്നുള്ളത്? തോട്ടുന്നല്ല, ഒരു കാര്യം പറഞ്ഞപ്പോ തമാശ പറഞ്ഞ ഒരു കോമൺ നമ്മൾ തമാശ പറയില്ല. പറഞ്ഞ എന്താ പേര് സുധി കോപ്പ.
കോപ്പ എന്താ വീട്ടുപേരെന്ന് പറഞ്ഞാൽ എനിക്കറിയാം കൊച്ചി പള്ളിരുന്ന് വെറുതെ ഞാൻ അന്ന് വെറുതെ നടക്കുമ്പോ ഒരാളുടെ അടുത്ത് കോപ്പാന്നൊക്കെ പറഞ്ഞ ആൾക്കറിയാം. മറ്റേ സുധി എറണാകുളം എന്നൊക്കെ പറയുന്നത് വെറുതെ എന്താ ചെയ്യണ, ഒന്നും ചെയ്യണില്ല. ആ പേര് കാരണം നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നില്ലേ? ഇപ്പൊ നമുക്ക് എന്താ അങ്ങനെ ഒരു പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴും ഞാൻ പറഞ്ഞില്ല, അപ്പോഴൊക്കെ പറഞ്ഞു വീട്ടുപേരാന്ന് പറയും, കോപ്പയിൽ വീട്ടുപേരാന്ന് പറയും. ശരിക്കും അപ്പൊ എന്താ പേര്? ഈ സുധി മാത്രമേ ഉള്ളൂ? സുധിയസ്. അതാണ് അത് പലർക്കറിയില്ലെങ്കിൽ സുധിയസ് ആട്ടോ. സുധിയസ് ശിവശങ്കർ പിള്ള. ഓക്കെ, അതിന്റെ രസാണല്ലേ. ഇപ്പൊ സിനിമ എനിക്കൊരിക്കലും മടുത്തിട്ടില്ല എന്നൊരു ഇന്റർവ്യൂല് ഞാൻ പറയുന്നത്. സിനിമ ഫുൾ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് സിനിമ മടുത്തിട്ടില്ലെന്ന് പറയാം. ചോദ്യം ചോദിക്കട്ടെ, അതന്നെ ചോദ്യം. എന്തുകൊണ്ടാണ് സിനിമ മടുക്കാതെ ഇപ്പോഴും സിനിമയിൽ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? സിനിമ പിടിച്ചിരുത്തുന്നത് എന്നെ പോലാക്ക് നല്ല ജോലിയൊന്നും കിട്ടില്ല സത്യം പറഞ്ഞാൽ. അതല്ല, ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ള ജോലി എടുക്കുക എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ. അതെന്ത് വേറെ ഒരു ജോലിയിലും കണ്ടെത്താത്ത? അതല്ല, ഈ സിനിമയിൽ വേറെ ഒരു ജോലിയിലും കണ്ടെത്താത്ത എന്തൊക്കെയാണ് സിനിമയിൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത്? സിനിമ. അപ്പൊ ചോദിക്കും നാടകം ഇല്ലേന്ന്. നാടകത്തേക്കാൾ കൂടെ വരുമാനമുണ്ട് സിനിമയില് അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും സിനിമയിൽ വരുമാനമുണ്ട്, ഫ്രീ ആയിട്ടൊന്നുമില്ല അവര്. പിന്നെ അത് ഞാൻ പറയും, ഇപ്പൊ അതിന്റെ ഈ നമ്മൾ അഭിനയിക്കുക എന്നുള്ള സംഭവം അതാണ് ഏറ്റവും പ്രധാനം. ബാക്കി എല്ലാ സെക്കൻഡറി ഇല്ല. ഇപ്പൊ നമുക്ക് വരുന്ന ബാക്കി സുഖ സൗകര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കും. ഫെയിമൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ അങ്ങനെ അല്ലേ? അയാൾ കൊള്ളാം അല്ലെങ്കിൽ മറ്റേ കൊള്ളാം അല്ലേ? നമ്മളങ്ങനെ ഇഷ്ടപ്പെടുന്ന ആ കൊള്ളട്ടെ അയാൾക്ക് നല്ല രസമാണ്. ബാക്കിയൊക്കെ കുറച്ചാൾ നിൽക്കും ചിലപ്പോ ചില ഫെയിമൊക്കെ. ഇപ്പൊ സപ്തമശ്രീ തസ്കരയിലെ കുറെ വർഷമായി ഇറങ്ങിയ ഒരു സിനിമയാണ്. ഒരുപാട് കാസ്റ്റ്, ഇപ്പൊ പൃഥ്വിരാജിന്റെ ഒക്കെ വളരെ മനോഹരം. അതില് എങ്ങനെയാ ആ ഒരു സിനിമന്റെ സെറ്റായാലും മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് അല്ല, പടം ആ വർഷം ഓണത്തിന് ഹിറ്റ് പടങ്ങളൊന്നാണ്. എനിക്ക് അതിന്റെ കറക്റ്റ് ഓർമ്മയുള്ള എന്താ വെച്ചാൽ അതിന്റെ പ്രൊമോഷൻ ആയിരുന്നു. ഈ എല്ലാരെ കൊണ്ടും ആ സിനിമയുടെ പേര് പറയിപ്പിക്കലായിരുന്നു അതിന്റെ പ്രൊമോഷൻ രീതി. എനിക്ക് എന്റെ ചേച്ചി ഉണ്ടായിരുന്നു അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അതിന്റെ ഷൂട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനെ പറയായിരുന്നു. പിന്നെ ഞാനും കണ്ടിരുന്നു, അതൊക്കെ കഷ്ടപ്പെട്ട് പറയായിരുന്നു. ഫസ്റ്റ് പടം ഹിറ്റായിരുന്നു 124 കാലം. അപ്പൊ അന്ന് ആ പേര് കേട്ടപ്പോ ഞാൻ ആമയൻ കഴിഞ്ഞ സമയത്ത് ഞാൻ വിളിച്ച്, അപ്പൊ എനിക്ക് ചെറിയൊരു റോള് വേണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പടം വന്നപ്പോ എനിക്ക് തന്ന റോളാണ് ക്യാരക്ടർ. അത് ചെമ്പന്റെ അസിസ്റ്റന്റ് ആണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അന്നത്തെ കാലത്ത് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കാർ. എന്നാലും ഇപ്പോഴും ഇഷ്ടമാണ്, ഇപ്പോഴും പലർക്കും ഇഷ്ടമായ ക്യാരക്ടർ. പിന്നെ ഞാനാണെന്ന് കുറെ പേർക്ക് അറിയില്ല ശരിക്കും. ഇപ്പോഴല്ല, അങ്ങനെ അന്നൊക്കെ രൂപ വ്യത്യാസമൊക്കെ ഉണ്ട്. മാമൻ കഴിഞ്ഞിട്ട് അന്ന് മാമനെ കുറച്ച് മുടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് ക്ലീൻ ഷേവും വേറൊരു കൊടവേറൊക്കെ ചാടിച്ചൊരു ക്യാരക്ടറാണ്. അവിടുന്ന് ഇങ്ങനെ ഓരോ സിനിമ കഴിയുമ്പോഴും അത് കഴിഞ്ഞ് ആഡ് ചെയ്യാണ്. ആട്ടിൽ എനിക്ക് ഓർമ്മ, ഓരോ സിനിമ കഴിയുമ്പോഴും ഇങ്ങനെ അത് ചേഞ്ച് വരുന്നില്ലേ റോളുകളിൽ? അതായത് അതിന്റെ ടൈമിംഗ് ആയാലും നമുക്ക് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കിട്ടും. സിനിമ അല്ലാണ്ട് ഇപ്പൊ സുചേട്ടന് ഇഷ്ടമുള്ള വേറെ കാര്യം എന്താ? ചെയ്യാൻ ഇഷ്ടമുള്ളതായെങ്കിലും ഫുഡ് കഴിക്കുക, ട്രാവൽ ചെയ്യുക. ഫുഡ് കഴിക്കാൻ ഇഷ്ടം. ഫുഡിയാണ്. ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഫുഡ് കണ്ടുപിടിക്കും. കൊച്ചിയിലൊരു ഫേവറേറ്റ് സ്ഥലം ഏതായിരിക്കും? കുറെ സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലം കഴിക്കുന്നത്, സ്ഥിരമായി കഴിക്കുന്നത്. സ്ഥിരമായിട്ട് കഴിക്കുന്ന സ്ഥലമുണ്ട്, നല്ല ചായ കിട്ടിയ കുടിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ ചോറും മീൻകറി കിട്ടുന്ന സ്ഥലമില്ലേ, ചെറിയ കടകൾ കേട്ടെ, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളൊക്കെ അറിയാത്ത, നിങ്ങൾ തൊട്ടടുത്ത് പേരുണ്ട്. ട്രാവൽ ചെയ്ത് കഴിക്കും അത്യാവശ്യം. ഞാൻ മുമ്പ് ജോലി ആയിരുന്നപ്പോ, എനിക്ക് ജോലി ഉണ്ട്, സെയിൽസിൽ ജോലി. അപ്പോഴും ഞാൻ കേരളം മൊത്തം ട്രാവൽ ചെയ്യും. ഇപ്പം ട്രാവൽ കൊണ്ട് എനിക്ക് എല്ലായിടത്തും ഫുഡും പരിപാടിയൊക്കെ എനിക്കറിയാം. കാര്യം എല്ലായിടത്തും കണക്ഷൻസ് ഉണ്ട്, എനിക്ക് കോണ്ടാക്ട് ഉണ്ട്, കൂട്ടുകാരുണ്ട് എല്ലായിടത്തും. എല്ലാ ജില്ലയിലും അല്ലെങ്കിൽ ഒരു ജില്ലയിൽ തന്നെ കുറെ സ്ഥലത്തും സിനിമ പറഞ്ഞ കോണ്ടാക്ട്സ് ഉണ്ട്. അതെങ്ങനെയാ ഓഡിഷന് പോയി കുറെ പരിചയം ഉണ്ടാക്കി? ഞാൻ കേബിൾ ടി വി ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടുണ്ട്, ഒരു പേ ചാനൽസിൽ. അപ്പൊ കേബിൾ ടി വി എന്ന് പറഞ്ഞ ഗുണം എല്ലാ മുക്കിലും മൂലയിലും ഇവർക്ക് അഡ്രസ് അറിയാൻ പറ്റും. ഉള്ളോട്ടുള്ള സ്ഥലത്ത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും, ഇപ്പൊ ഇടുക്കി പോയാലും തിരുവനന്തപുരത്ത് പോയാലും കാസർഗോഡ് പോയാലും ഒരാളെ കണ്ടുപിടിക്കാനോ കോണ്ടാക്ട് ചെയ്യാൻ പോയി. കുറെ ട്രാവൽ ചെയ്യുന്ന ആളാണോ? പിന്നെ അല്ല, നേരത്തെ ഇപ്പൊ അങ്ങനെ അത്രയും സമയം കിട്ടുന്നില്ല. സമയമല്ല, ഇപ്പൊ അങ്ങനെ ട്രാവലിംഗ് അല്ല, ടൂറൊക്കെ പോകും കൂട്ടുകാരൊക്കെ.
ഇപ്പോ ഞാനിപ്പോ സാധാരണക്കാരന്റെ ഒരു ജീവിതം എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ സാധാരണക്കാരുടെ ജീവിതം ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ലക്ഷറി ആയിട്ട് ജീവിക്കണം. അങ്ങനെയല്ല, ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ പറയണേ ജാട കാണിക്കാനോ. അല്ലല്ല, ഞാൻ ഈ ജാട കാണിക്കാനോ വിനിമയം കാണിക്കാനോ ഒന്നുമല്ല ജീവിക്കുന്നത്. ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ ജീവിക്കുന്നില്ല. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടില് ജാടയാണെന്ന് പറയാം, അയാൾ ഒടുക്കത്തെ വിനയാണെന്ന് പറയാം. അതൊക്കെ വെറുതെ. എനിക്ക് അത്ര വിനയുള്ള ആളൊന്നുമില്ല ഞാൻ. പിന്നെ അഹങ്കാരം കുശുമ്പും കുഞ്ഞെല്ലാം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പൊ കുറെ കാലങ്ങളായി ഇപ്പൊ ഇൻഡസ്ട്രിയിൽ കേൾക്കുന്ന ഒരു ഇതാണ് റിവ്യൂവിന്റെ പ്രശ്നം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ട് ഇറങ്ങുമ്പോ ഈ ഒരു റിവ്യൂ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു സാധനം വരുന്നത്. അതിനെ കുറിച്ച് ഇപ്പൊ ചേട്ടന് ഒരു പറഞ്ഞിട്ടു ഇങ്ങനെ നല്ല സിനിമ കൊടുക്കുക എന്നുള്ളൊരു സാധനം ഉണ്ട് ഇപ്പൊ ടിക്കറ്റ്. അതിലിപ്പോ രണ്ടും ഇപ്പൊ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ചിന്തിക്കാനും പറ്റും. ഇതിപ്പോ ചിന്തിക്കുമ്പോ ചേട്ടന്റെ ഒരു അഭിപ്രായം എന്താ ഈ റിവ്യൂവിന്റെ സംഭവത്തില്? റിവ്യൂ ഒരാളുടെ ഒരു കാഴ്ചപ്പാട് അവർ പറയുന്നുണ്ട്. ഇത് എന്റെ മാത്രം തോന്നലാണ്, എന്റെ മാത്രം എന്ന് പറയുന്നുണ്ട്. അത് അതിനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് അവർ കൊടുക്കുന്നത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് മാത്രം കണ്ടിട്ട് സ്വന്തം വീട്ടുകാർ പറഞ്ഞ കേൾക്കാത്ത ആൾക്കാരാണ് റിവ്യൂർ പറഞ്ഞ കേൾക്കുക. ഒന്നുമില്ല. അപ്പൊ റിവ്യൂ പറയുന്ന ജോലിയാണ്. പിന്നെ സിനിമ നല്ലതായി കഴിഞ്ഞാൽ ഒരിക്കലും റിവ്യൂർ മോശം നല്ല പടത്തിന് ഒരിക്കലും കീറി മുറിച്ചിട്ടില്ല. എന്നാൽ ഒരു നല്ല റിവ്യൂവിനെ എടുത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് സിനിമ അല്ലേ? എത്രയോ റിവ്യൂവിനെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇപ്പൊ ചിലപ്പോ റിവ്യൂറെ തെറി പറയാം, ചിലപ്പോ റിവ്യൂ സിനിമ അതൊക്കെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ, എപ്പോഴും നടക്കുന്നല്ല. ഈ റിവ്യൂകൾ കൂടുമ്പോൾ അത് ആളുകൾ ഇപ്പൊ സിനിമ കാണാൻ വേണ്ടി റിവ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നല്ല സിനിമകൾ വരുന്നതിന് കാരണമാക്കും തോന്നിയിട്ടുണ്ടോ? കാരണം നമ്മളൊരു മോശം ഉത്തരവാദിത്വം അല്ലേ സ്വാഭാവികം. അത് റിവ്യൂ മാത്രമല്ലോ, ആൾക്കാർ തിയേറ്ററിൽ സിനിമ മോശമാകുമ്പോ അല്ലെങ്കിൽ ഡയറക്ടർക്ക് അടുത്ത പടം എപ്പോഴും വർക്ക് ചെയ്യണം. സിനിമയുടെ പുറകെ ഇരിക്കണ്ടേ? അല്ല വെറുതെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആള് നിങ്ങളിപ്പോ ചോദ്യം തയ്യാറാക്കില്ലേ? അല്ല ശരി, എന്തെങ്കിലും ചോദിക്കാം, കുഴപ്പമില്ല. അതിന്റെ വാല്യൂ ആരും കാണൂല. നല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ നല്ല ഉത്തരങ്ങൾ വരുള്ളൂ. അപ്പൊ എന്നാലേ വ്യൂവർഷിപ്പ് വരില്ലേ, അത് ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മള് ചോദിക്കാം, എന്തെങ്കിലും ചോദിക്കാം, ചേട്ടന് ഏതോപ്പ സാധാരണ ചോദിക്കാൻ അങ്ങനെയൊക്കെ നമ്മള് അതിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ഓൺലൈൻ ചാനൽസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് സുചേട്ടന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? പുതിയ പടങ്ങൾ, ഫ്യൂച്ചർ പ്ലാൻ, ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ? ഒന്നുമില്ല, സിനിമ ഉണ്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ സിനിമകൾ? ഒന്ന് മറ്റേ വികൃതിയുടെ ഡയറക്ടറുണ്ട് മീശ എന്ന സിനിമ ഷൂട്ടിംഗ് തുടങ്ങിപ്പോയിട്ട്. പിന്നെ പ്രീസ്റ്റിന്റെ ഡയറക്ടറുടെ ആസിഫ്. അതാണ് രണ്ടും നടക്കുന്നത്. ഒരുപാട് നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നല്ലേ ഒരു ബ്ലെസ്സിങ്. ഞാനിങ്ങനെ നോക്കുമ്പോഴായാലും നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ LGBT കൂടെ ഒക്കെ നല്ല വർക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, പിന്നെ അടുത്ത അതാണ് നിലവില്. പിന്നെ കഥ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് ഒക്കെ? കൊറേ പ്രൊജക്ട് ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് രണ്ടെണ്ണം അങ്ങനെ വെറുതെ അങ്ങനെ അത്രയും തിരക്കാ. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് നാളെ അത്തായിരം മാത്രം പടമൊന്നുമില്ല, ഒരു പടം കിട്ടുക അവരേക്കും. അല്ല, ഏതെങ്കിലും പടം ഇങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ ക്യാരക്ടർ ഇഷ്ടമാവാഞ്ഞിട്ട്? അത് കണ്ടിട്ടോ, അത് സത്യം നമുക്ക് നിവർത്തിയില്ലെങ്കിൽ നമ്മൾ അഭിമാനം നോക്കും. കാര്യം അങ്ങനെ എല്ലാം ചെയ്ത് ആൾക്കാർക്ക് ഇപ്പൊ ചില ആൾക്കാർ പറയും മറന്നു എന്ന് പറയും നമ്മളെ. ഞാനിപ്പോ മുകുന്ദനുണ്ണി അസോസിയേറ്റ് കഴിഞ്ഞിട്ട് മേജർ ക്യാരക്ടർ ഇപ്പൊ നടന്ന സംഭവം ചെയ്ത് ഇറങ്ങിയിട്ട്. അപ്പൊ മറന്നു കുറെ പേരുണ്ട് പണ്ട് കാലത്ത് മറന്നു കൂട്ടോ ആൾക്ക് ഇങ്ങനെ മറക്കാനാ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ നമ്മള് ഓരോ ബുദ്ധിമുട്ടിച്ച് അവര് വെറുത്തു ചിലപ്പോ മറക്കില്ലേ, അങ്ങനല്ലേ? അല്ലാതെ കണ്ടാനും വേറെ അനാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുത്തു പോയിരിക്കും. പിന്നെ ഇഷ്ടപ്പെടുത്താനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മറന്നു പോകുന്ന എനിക്കറിയില്ല. നല്ലൊരു ക്യാരക്ടർ വരുമ്പോ ഇപ്പൊ ഒരു വർഷം മറന്നു ഇപ്പൊ നടന്ന സംഭവം വന്നപ്പോ ഓർത്ത് അല്ലേ. ഈ സിനിമ ചൂസ് ചെയ്യുമ്പോ എന്താ എങ്ങനെയാ? സിനിമ നമ്മൾ കാണുന്ന സംഭവല്ലേ, നമ്മള് എല്ലാ സിനിമയും കാണും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കഥ കേൾക്കണേ. അല്ല, ഞാൻ കഥ മൊത്തത്തിൽ കേൾക്കുമ്പോ സുചേട്ടന്റെ ക്യാരക്ടറാണോ സുചേട്ടൻ നോക്കുക, അതോ ആ കഥ മൊത്തത്തില് വിജയിക്കുമെന്നാണോ? എന്ത് ചെയ്യാം, കാര്യം ടോട്ടൽ കഥ കേൾക്കുമ്പോഴല്ലേ നമ്മൾ ടോട്ടലി നിന്ന് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മളിപ്പോ അതിനകത്ത് പോയിട്ട് നമ്മൾ ഒറ്റക്കിടന്ന് മരിച്ചു പോകും. അതുകൊള്ളില്ലെങ്കിൽ നമ്മളെപ്പോലെ നമ്മളെക്കാളും കുറെ ഉത്തരവാദിത്തം കാണും ഡയറക്ടർക്കും റൈറ്റർക്കും പിന്നെ പ്രൊഡ്യൂസറിനൊക്കെ ഓരോ ഇല്ലേ, ഓരോ ഫണ്ടറക്കും മറ്റുള്ള. ആ പുള്ളിക്ക് അടുത്ത പടം ചെയ്യണം, ഈ പടം നന്നായിട്ട് പോകണം, അതുപോലെ ഉത്തരവാദിത്തം കാണും. നമ്മളവരെ കുറച്ച് കാണിക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഹിറ്റ് പടത്തിൽ നിന്ന് അഭിനയിക്കാൻ പറ്റില്ല. പോയിട്ട് ആ പടം ഹിറ്റ്, ഇത് ഹിറ്റാവില്ല പറ്റാം. നമുക്ക് ആൾക്കാർ കാണാൻ ചാൻസ് ഉള്ള പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. അതായത് എന്റെ അഭിനയിക്കുന്ന ഹീറോ ഇന്ന ആള്, ഡയറക്ടർ ഇന്നത്, എന്റെ റൈറ്റർ ഇന്നത്, പ്രൊഡക്ഷൻ കമ്പനി ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് പോയിട്ട്
അതുപോലെ അത് ഹിറ്റാൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ സംശയം. അപ്പോ ഇനിയും നല്ല നല്ല ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ. നടന്ന സംഭവം ഭയങ്കര ഒരു വലിയ ഇനി ഒരുപാട് ദിവസം ഓടി തിയേറ്ററിലൊക്കെ നിറഞ്ഞ ആൾക്കാരായിട്ട് ഓടി അടിപൊളിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സുചേട്ടൻ്റെ എല്ലാവിധ ആശംസകളും ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു.